ഗൈസ്, പലവരും ക്രൂസ് ഷിപ്പിലെ ക്രൂവിൻ്റെ ക്യാബിൻസ് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. സോ നമുക്കിന്ന് ക്രൂ ക്യാബിൻസിൻ്റെ ഏരിയ വഴി ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് കുറച്ച് റെഫറൻസ് ആയിരിക്കും എങ്ങനെയാണ് ഷിപ്പിലെ ക്യാബിൻസൊക്കെ ഉള്ളതെന്ന്. സോ ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്രൂവിൻ്റെ ക്യാബിൻസൊക്കെ വരുന്നത്, സോ ഇത് പലരും പല ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള ആൾക്കാരാണ്. സോ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഷൂ ഒക്കെ സൈഡിലിരിക്കണ കാണാൻ പറ്റും. ഇതെല്ലാം ഓരോ സെക്ഷൻ ക്യാബിൻസാണ്. ഇത് ഞങ്ങളുടെ ക്യാബിൻസാണ് ഈ വരുന്നത്. ഇതെല്ലാം സീലിംഗ് ലൈറ്റ്, ചെറിയ ഏരിയ വേണമെങ്കിൽ പറയാം. സോ ക്യാബിൻ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കമ്പനി നമുക്ക് ഇതിലൊരു കാർഡ് തരും. ഈ കാർഡ് വെച്ചിട്ട് വേണം നമുക്ക് എൻട്രി ചെയ്യാനായിട്ട്. സെയിം തന്നെ ഹോട്ടലിലുള്ള സെയിം ഫെസിലിറ്റിയാണ്. നമുക്ക് ക്ലിക്ക് ചെയ്യുക, ക്യാബിൻ എൻ്റർ ചെയ്യുക, സ്വിച്ച് ലൈറ്റ്. ഇത് ഷെയറിങ് ക്യാബിൻസാണ്. രണ്ടുപേരുടെ ഷെയറിങ് ക്യാബിൻസാണ് നമുക്ക് തരുന്നത്. പിന്നെ ഓരോ ഡിപ്പെൻഡാണ്, നമുക്ക് ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ക്യാബിൻസ് കിട്ടും. ഈ സൈഡിൽ തന്നെ അടുത്ത ആളുടെ ക്യാബിനാണ് ഈ ഭാഗത്തൊക്കെ. ഇതൊക്കെ ഫുള്ളും ക്രൂവിൻ്റെ ക്യാബിനാണ് ഈ ഫുള്ളും കാണുന്നത്. സോ വൈഫൈ, റൂട്ടർ, എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. സോ ഈ ക്യാബിൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ വലിയ ടി വി ഉണ്ട്, വലിയ ടി വി, പിന്നെ ഫ്രിഡ്ജ്, പിന്നെ ടെലിഫോൺ, പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സോക്കറ്റ്സ്, പിന്നെ നമ്മുടെ കബോർഡ്, ഇതൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ് വെക്കുന്ന കബോർഡ്സ്. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ലഗേജ്. ഇതാണ് ക്രൂ ക്യാബിൻസിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ലൈഫ് ജാക്കറ്റ്, എല്ലാ വീക്കിലും ഡ്രില്ലുണ്ടാവും. സോ ഡ്രിൽ സമയത്ത് നമ്മൾ ഈ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ട് മുകളിലേക്ക് പോകേണ്ടതാണ്. ഇതാണ് ക്രൂ ക്യാബിൻസിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കബോർഡ്സ്, നമ്മുടെ ഡ്രസ്സ് ഇടുന്ന കബോർഡ്, ഇത് രണ്ടുപേരുടെ ക്യാബിനാണ്. അത് ഡബിൾ ഷെയറിങ് ക്യാബിനാണ്. ഒരാളുടെ സെക്ഷൻ, നെക്സ്റ്റ് ആളുടെ സെക്ഷൻ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ സ്പേസ് കുറവായിരിക്കും, പക്ഷെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെയിം ഹോട്ടലിലുള്ള പോലെ അത്രയും വലിയ ലാർജ് ക്യാബിൻസ് കിട്ടില്ലെങ്കിലും നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം ഒരു 6 മന്ത് അല്ലെങ്കിൽ 8 മന്ത്സ് കോൺട്രാക്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുക. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ വരുന്നത്. ഇത് വാട്ടർ ടൈറ്റ് ഡോറാണ്. അത് ഓരോ കമ്പാർട്ട്മെൻറ്റിനെയും ഡിവൈഡ് ചെയ്യുന്ന ഡോറാണ് ഈ കാണുന്നത്, വാട്ടർ ടൈറ്റ് ഡോർ. ഷിപ്പ് സെയിലിംഗ് സമയത്ത് ഈ സാധനം ക്ലോസ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുന്ന, ഈ സാധനം ഫുള്ള് ഓപ്പണായിട്ട് വേണം തൊട്ട് അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് ക്രോസ് ചെയ്യാനായിട്ട്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ഡോറാണ്, ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ഡോറാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ലിവറാണ് ഈ കാണുന്നത്. സോ ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫുള്ളി ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഷിപ്പിലെ കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നത്, ഓരോ ഡിവൈഡായിട്ട്. ഇത് ഷിപ്പിലെ ഡെക്ക് 3 ആണ്. ഇത് 3ാമത്തെ ഡെക്കാണ്. ഇതിൻ്റെ താഴേക്ക് 3 ഡെക്ക് താഴേക്ക് വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് എൻജിൻ റൂമൊക്കെ വരുന്നത് ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഡെക്കിലാണ്. സോ നമുക്കിനി ടോപ്പ് ഡെക്കിലേക്ക് പോവാം. പിന്നെ ഇത് എലിവേറ്ററാണ്. നമുക്ക് ഷിപ്പിൽ ഓരോ ഫ്ലോറിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരു എലിവേറ്റർ കാണാൻ സാധിക്കും. ഈ ഷിപ്പിൽ തന്നെ ക്രൂവിന് തന്നെ ഒരു 9 എലിവേറ്ററും ഗസ്റ്റിന് 10 എലിവേറ്ററും അങ്ങനെയാണ് കാണുന്നത്. ഇത് അടുത്ത കമ്പാർട്ട്മെൻറ്റ്. ഇത് ഫോർവേഡ് സെക്ഷനിലെ ഡെക്ക് 3 കമ്പാർട്ട്മെൻറ്റാണ്. സോ നമുക്ക് ഇവിടെ നിന്നും ഡെക്ക് 6, അതായത് ലൈഫ് ക്രാഫ്റ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ കുറച്ച് കൂടുതൽ വ്യൂ കാണാൻ സാധിക്കും. അകത്തെ ഓവർ പ്രഷറിന് ശേഷം നമ്മൾ ഫൈനലി എത്തുന്നത് പുതിയൊരു ലോകത്തായിരിക്കും. ഓരോ ദിവസവും ഓരോരോ രാജ്യമാണ്. ഇതാണ് ഷിപ്പിംഗ് ലൈഫിലെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. ക്യാബിൻ ചെറുതാണ്, സ്പേസ് ചെറുതാണ്, ഷെയറിങ് ക്യാബിനാണ്, ഫുഡ് മോശമാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നതാണെങ്കിൽ ഫൈനലി നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയൊരു ലോകമായിരിക്കും. അതായത് നോർവേയിലൊക്കെ വരാനായിട്ട് എത്ര രൂപ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഫ്രീ ആയിട്ടാണ് ഷിപ്പിൽ നമ്മൾ എത്തുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ കാണുന്നത് ലൈഫ് ബോട്ടിൻ്റെ ട്രെയിനിങ് ആണ്. വീക്കിലി ട്രെയിനിങ് ഉണ്ടാവും. അതുമാത്രമാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല, പക്ഷേ
നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ട്രെയിനിങ് എല്ലാ വീക്കിലും ഷിപ്പിൽ കിട്ടും. ഈ കാണുന്നത് നോർവേ ആണ്. നോർവേയിലെ നോർഡ് ഫിയോർഡ് എന്ന സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് വരുന്നത് ഷിപ്പിൽ. സോ ഇതൊക്കെയാണ് ഷിപ്പിംഗ് ഫീൽഡിലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലർക്കും പല ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും കോൺട്രാക്റ്റ് കിട്ടുന്നത്. ഓഫീസർക്കൊക്കെ ആണെങ്കിൽ 3 മാസം കോൺട്രാക്റ്റ് ഉണ്ട്, 4 മാസത്തെ ഉണ്ട്, 6 മന്ത്, പിന്നെ 8 മന്ത്സ്, അങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് കാറ്റഗറിയിലാണ് ഷിപ്പിലെ കോൺട്രാക്ട് പീരീഡ് വരുന്നത്. നമുക്കത് ഓരോ പൊസിഷൻ, അതായത് പ്രൊമോഷൻ കിട്ടി വരുമ്പോൾ നമുക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര കോൺട്രാക്ട് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 8 മന്ത്സ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് മെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെൽത്താണ്. ഹെൽത്ത് മെയിനായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് ഷിപ്പിൽ സുലഭമായിട്ട് കിട്ടും. സ്മോക്കിങ് ആൻഡ് ഡ്രിങ്കിങ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഡിക്കലി ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഷിപ്പിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അൺഫിറ്റ് ആണെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല. എല്ലാ 2 വർഷം കൂടുമ്പോൾ മെഡിക്കൽ എടുക്കുന്ന പരിപാടിയുണ്ട്. ആ സമയത്ത് മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ കോൺട്രാക്റ്റ് കിട്ടുകയുള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്ട്രെസ് ലൈഫ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഷിപ്പിംഗ് ലൈഫിലേക്ക് വരിക. പ്രഷർ നല്ല ഓവർ പ്രഷർ ആയിരിക്കും, പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുറകെ നോർവേ. ഇതുപോലെ പല പല രാജ്യങ്ങളാണ് ഓരോ ദിവസവും കവർ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസർ റാങ്കിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും വെളിയിലേക്ക് പോകാനായിട്ട്. അല്ലാതെ നോർമൽ റാങ്കിലേക്ക് വരുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും വെളിയിൽ പോകാനൊക്കെ സാധിക്കുന്നതാണ്. വെളിയിൽ പോകാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. പോകുന്ന സമയത്ത് ചീഫിനോട് ചോദിക്കുക, നേരത്തെ പെർമിഷൻ മേടിക്കുക, പോയിട്ട് വരിക. ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രാജ്യങ്ങളും കാണാൻ സാധിക്കും. ഫ്രീ ആയിട്ട് പല രാജ്യം കാണാൻ സാധിക്കും, അതും പൈസ ഒന്നും കൊടുക്കാണ്ട് തന്നെ. അതിനാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എല്ലാവരും ഷിപ്പിംഗ് ഫീൽഡ് ചൂസ് ചെയ്യുന്നത്. പിന്നെ അത്ര എക്സ്പെൻസീവ് അല്ല, മീൻസ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അത്ര സ്പെൻഡ് ആവുകയില്ല. ഷിപ്പിൽ നമുക്ക് അത്ര എക്സ്പെൻസീവ്, നമ്മുടെ കയ്യിൽ നിന്ന് അത്ര പൈസ പോവുകയില്ല. കൂടുതലും ഫുഡ് എല്ലാം ഫ്രീ ആണ്. ഫുഡ് പിന്നെ വരുന്നത് വൈഫൈ ആണ്. വൈഫൈക്ക് നല്ല എക്സ്പെൻസീവ് റേറ്റ് ആണ്. കൂടുതൽ നമ്മൾ സിം കാർഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓരോ പോർട്ടിലും പല പോർട്ടിലും ഫ്രീ വൈഫൈ ഉണ്ട്. അതൊക്കെയാണ് കയ്യിൽ നിന്ന് പോകുന്ന എക്സ്പെൻസീവ് എന്ന് പറയാനായിട്ട്. ബാക്കിയൊക്കെ ഫ്രീ ആണ്. സോ അതുകൊണ്ട് ആണ് എല്ലാവരും ഷിപ്പിംഗ് ഫീൽഡ് ചൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്ട്രെസ് ആയിരിക്കും. സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഷിപ്പിൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധിക്കും, നല്ലൊരു എമൗണ്ടും നേടാൻ സാധിക്കും. പിന്നെ ഫാമിലി ആയിട്ടുള്ള കോണ്ടാക്റ്റ്, നമുക്ക് ഫാമിലിയായിട്ട് കുറച്ച് ടൈമിൽ നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുകയില്ല. ഇപ്പോൾ വാട്സപ്പൊക്കെ വന്നതുകൊണ്ട് നമുക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുന്നതുകൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട്. നമുക്ക് തന്നെ ആലോചിച്ച് നോക്കും, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ കിട്ടുന്ന സാലറിയേക്കാൾ ഡബിൾ സാലറി നമുക്ക് ഷിപ്പിൽ കിട്ടും. അതൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഷിപ്പിംഗ് ഫീൽഡ് ചൂസ് ചെയ്യുന്നത്, അതും ടാക്സ് ഫ്രീ ആയിട്ട്. സോ എല്ലാവർക്കും ഡേ ടു ഡേ ലൈഫ് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇത് ചെറിയൊരു വ്ളോഗാണ്. നെക്സ്റ്റ് ടൈമിൽ നമുക്കൊരു കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള വ്ളോഗ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. സോ നിങ്ങളിപ്പോൾ ഷിപ്പിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, ജോബ് കിട്ടട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയേക്കുന്നത്. പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, പലർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ടൈമിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.